ഹലോ ഡിയേഴ്സ്, ഇന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസൊണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ പോസിറ്റീവായി തിങ്ക് ചെയ്യുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് കാർഡ്സ് നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി മെച്ചുറായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. ആ വ്യക്തി കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. ആ വ്യക്തിക്ക് ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് കാണുന്നു. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി. ഫാമിലി ലൈഫ് ആ വ്യക്തിക്ക് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫാമിലി വിട്ടൊരു കളിയില്ല. അങ്ങനത്തെ ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തി. ആ വ്യക്തിയുടെ ലൈഫിലെ ഒരു സൈക്കിളാണ് എൻ്റെ അയക്കുന്നത്. ആ വ്യക്തിക്ക് വർക്കാവാത്ത ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ ആ വ്യക്തിയുടെ ലൈഫിൽ ഇതിനു മുന്നേ വേറൊരു വ്യക്തി ഉണ്ടായിരുന്നായിരിക്കാം. ആ ഒരു തിരിച്ചറിവ് വന്നതോടെ ആ വ്യക്തി ആ ഒരു റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു പുതിയ സൈക്കിളാണ് ഇപ്പോൾ ഉണ്ടായേക്കുന്നത്. ആ വ്യക്തിക്കൊരു റീബർത്താണ് ഉണ്ടായേക്കുന്നത് ഈ ഒരു സമയം. ഇപ്പോൾ ഈ ഒരു സമയം ആ വ്യക്തിയുടെ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളോട് ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് സ്നേഹം തോന്നുകയാണ്. ആ വ്യക്തി നിങ്ങളെ സ്വപ്നം കാണുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഏത് സമയവും നിങ്ങളെപ്പറ്റിയുള്ള ചിന്തകൾ മാത്രമാണ് ഇപ്പോൾ ആ വ്യക്തിക്കുള്ളത്. നിങ്ങളുമായി ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ആ വ്യക്തിക്ക്. അതുകൊണ്ട് തന്നെ പാസ്റ്റിലുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് ആ വ്യക്തി ഹീൽ ചെയ്യുകയാണ്. നിങ്ങളാണ് അവരുടെ രാജകുമാരി എന്ന് ഇപ്പോൾ ആ വ്യക്തി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹവും കരുതലും എല്ലാം ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുത്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിക്ക്. അതെല്ലാം ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കൊടുക്കുന്ന അതേ സ്നേഹം ഇപ്പോൾ തിരികെ തരാനായിട്ട് ഇപ്പോൾ ആ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ ഇതിനു മുന്നേ ഈ വ്യക്തി നിങ്ങൾക്ക് സ്നേഹം തരാത്ത ഒരു സിറ്റുവേഷൻ കാണുമായിരിക്കും. അന്ന് ആ വ്യക്തിയുടെ ലൈഫിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടായിരുന്നായിരിക്കാം. ആ വ്യക്തി അവരുടെ ജീവിതത്തിലുള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഒരുപാട് സ്നേഹം കൊടുത്തതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി തന്നെ നിങ്ങൾ കൊടുക്കുന്ന അതേ അളവിലുള്ള സ്നേഹം തിരികെ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരുന്നതിനെ പറ്റിയിട്ട് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പാസ്റ്റിൽ നിന്ന്, അതായത് ആ വ്യക്തിയുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത്
നിങ്ങളുമായി ഒരു പുതിയ ഫ്യൂച്ചർ തുടങ്ങുന്നതിനെപ്പറ്റി ഇപ്പോൾ ആ വ്യക്തി പ്ലാൻ ചെയ്യുകയാണ്. ഇപ്പോൾ ആ വ്യക്തി ഒരു ഉറച്ച ഡിസിഷൻ എടുത്ത് നിങ്ങളിലേക്ക് വളരെ വേഗം വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അവരുടെ ലൈഫിൽ ഒരു ലക്ഷ്യബോധമില്ലാതെ ആയിരുന്നായിരിക്കാം ആ വ്യക്തി ജീവിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി ഒരു ഉറച്ച ലക്ഷ്യബോധം, അതായത് നിങ്ങളെന്നുള്ള ഒരു വ്യക്തിയെന്നുള്ള ലക്ഷ്യബോധം ഇപ്പോൾ ആ വ്യക്തിക്കുണ്ട്. അത് കാരണം അവർ വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷനാണ് ഉള്ളത്. നിങ്ങൾക്ക് ജീവിതത്തിനെ പറ്റി ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. ഒരു പക്ഷെ നിങ്ങൾ പാസ്റ്റിൽ തന്നെ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പാസ്റ്റിൽ നഷ്ടമായ കാര്യങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നഷ്ടമായതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് കാണുന്നത്. ലൈഫിനെ പറ്റി ഒരു ക്ലാരിറ്റിയും ഇല്ലാത്ത ഒരു സന്ദർഭമാണ് ഈ ഒരു സമയം കാണുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സോൾ ഹീലാവുന്നുണ്ട്. പാസ്റ്റിൽ സംഭവിച്ച എല്ലാ വേദനകളും നിങ്ങൾ ഹീലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഹീലായി നിങ്ങളൊരു പുതിയ ഒരാളായിട്ട് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാ ലെസൺസും ഉൾക്കൊണ്ട്, പാസ്റ്റിലെ എല്ലാ ലെസൺസും ഉൾക്കൊണ്ട് നിങ്ങളുടെ സോളിനെ ഹീലാക്കിക്കൊണ്ട് നിങ്ങൾ പുതിയ ഒരാളായിട്ട് എഴുന്നേറ്റ് വരുന്നതാണ് കാണുന്നത് ഇവിടെ. ഇനി നിങ്ങളെ ഒരു ശക്തിക്കും നിങ്ങളെ തളർത്താൻ കഴിയില്ല. അത്രയും ശക്തനായി നിങ്ങൾ തിരിച്ചു വരികയാണ്. നിങ്ങളുടെ വ്യക്തിയോടുള്ള ഫീലിങ്സ് നോക്കുമ്പോഴും നിങ്ങൾക്ക് ആദ്യമേ കിട്ടിയ നിങ്ങളുടെ എനർജി തന്നെയാണ് വന്നേക്കുന്നത്. നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. അത് കാരണം നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സമയം ഒരു ഫൈനൽ തീരുമാനം പറയാൻ പറ്റുന്നില്ലായിരിക്കാം. ഈ ഒരു സമയം നിങ്ങൾക്ക് പാസ്റ്റിലുണ്ടായ അനുഭവങ്ങൾ കാരണം. അത് കാരണം നിങ്ങൾക്ക് ലൈഫിലൊരു കൺഫ്യൂഷനായിട്ടാണ് കാണുന്നത്. നിങ്ങളിപ്പോൾ ഒരു ക്രോസ് റോഡിലായിരിക്കാം. നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്നറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ നിങ്ങളിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുന്ന എനർജിയാണ്. പക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ് കാണുന്നത്. നമുക്ക് നോക്കാം ബാക്കിയും കൂടെ. അതുപോലെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിന് കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ വ്യക്തിയെ വേണം. നിങ്ങൾ ആ വ്യക്തിയെ വിട്ട് കളയാൻ തയ്യാറല്ല. നിങ്ങൾ ആ വ്യക്തിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനും കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ കരിയറിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കാം. പക്ഷേ എന്താണെങ്കിലും നിങ്ങൾക്ക് ആ വ്യക്തിയെ വേണം. പക്ഷേ നിങ്ങൾക്ക് ലൈഫിലൊരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷനാണുള്ളത്. നിങ്ങൾ നിങ്ങളുടെ സ്നേഹവും കരുതലും എല്ലാം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷനുണ്ട്. നിങ്ങൾക്ക് ആ പേഴ്സണെ വേണം. പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ആ പേഴ്സണിന് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ എല്ലാം മനസ്സിലാക്കി നിങ്ങളിലേക്ക്
വളരെ വേഗം വളരെ എനർജറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു സങ്കടത്തിൻ്റെയും ആവശ്യമില്ല. അവർ എല്ലാം മനസ്സിലാക്കി നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ള വരവാണ് ഈ ഒരു സമയം. അവർക്ക് ഒരുപാട് പെയിനാണ് അവരുടെ ലൈഫിൽ. ഒരു പക്ഷേ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ആ വ്യക്തി ഒരുപാട് വേട്ടയാടുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയം. പക്ഷേ അതുകൊണ്ടൊക്കെ തന്നെ അതിൽ നിന്നുള്ള ലെസൺസ് എല്ലാം ഉൾക്കൊണ്ട് നിങ്ങളിലേക്ക് വളരെ വേഗം വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഈ ഒരു സമയം പറയാനുള്ളത്? നമുക്ക് നോക്കാം എന്താണ് പറയാനുള്ളത്. ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് പെയിൻ ആണെന്നാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് താങ്ങാൻ കഴിയുന്നതിലും വിഷമവും അവരുടെ ഉള്ളിൽ താങ്ങിക്കൊണ്ടാണ് അവർ ഈ ഒരു സമയം നടക്കുന്നതെന്നാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായി ഒരു പുതിയ ലൈഫ് വേണമെന്നാണ് നിങ്ങളോടിപ്പോൾ ആ വ്യക്തി പറയുന്നത്. അതാണിപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ്. അതാണിപ്പോൾ നിങ്ങളോട് പറയാനുള്ള ഫീലിങ്സ്. നിങ്ങളുമായി ഒരു പുതിയ തുടക്കം വേണം. ആ വ്യക്തിക്ക് ഇനിയും ഒരു ഒറ്റപ്പെട്ട് കഴിയാനായിട്ട് കഴിയില്ല. അവരുടെ ലൈഫിൽ ഒരുപാട് പെയിനാണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായി ഒരു പുതിയ തുടക്കമാണ് അവർക്ക് ആവശ്യം. അതാണിപ്പോൾ നിങ്ങളോട് അവർക്ക് പറയാനുള്ളത്. ഇനിയും നമുക്ക് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസും കൂടെ നമുക്ക് നോക്കാം. എന്താണ് യൂണിവേഴ്സ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ള ഗൈഡൻസ് എന്താണ്? എന്താണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ള ഗൈഡൻസ്? നിങ്ങൾ ഈ ഒരു സമയം വളരെ പോസിറ്റീവായിട്ടിരിക്കണം. ഒരിക്കലും നെഗറ്റീവ് ആവാൻ പാടില്ല. നിങ്ങളുടെ ലൈഫിൽ ഒരു റീയൂണിയനാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് അതുപോലെ തന്നെ ക്ഷമയോടുകൂടി തുടരണം എന്നാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളോട് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ വന്ന് ക്ലോസും കൂടെ നോക്കാം. ഫോട്ടോഗ്രാഫി വന്നിട്ടുണ്ട്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, മൂവീസ് വന്നിട്ടുണ്ട്. സെൻസിറ്റീവ് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ സെൻസിറ്റീവ് ആയിരിക്കാം. ജൂലൈ മന്ത് വന്നിട്ടുണ്ട്. 59, നമ്പർ 20, ഫ്രൈഡേ എന്നുള്ളൊരു ഡേ വന്നിട്ടുണ്ട്. കണ്ണൂർ 23, 1976, പൂരുരുട്ടാതി നക്ഷത്രം വന്നിട്ടുണ്ട്. ഒക്ടോബർ മന്ത് വന്നിട്ടുണ്ട്. ട്വിൻ ഫ്ലെയിം കണക്ഷൻ വന്നിട്ടുണ്ട്. ലെറ്റർ എഫ്, ടുമോറോ എന്നുള്ളൊരു പോസിബിലിറ്റി വന്നിട്ടുണ്ട്. ദുബായ് എന്നുള്ളൊരു സ്ഥലം വന്നിട്ടുണ്ട്. നമ്പർ 24, കാർത്തിക നക്ഷത്രം വന്നിട്ടുണ്ട്. ലോങ് നെയിൽ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് നെയിൽ ആയിരിക്കാം. ഗാർഡനിങ്, നിങ്ങൾക്ക് ഗാർഡനിങ് ചെയ്യാൻ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം. മകം നക്ഷത്രം വന്നിട്ടുണ്ട്. അക്കൗണ്ടൻ്റ് വന്നിട്ടുണ്ട്. 57, ലെറ്റർ ഇസഡ് വന്നിട്ടുണ്ട്. 1991 വന്നിട്ടുണ്ട്. നമ്പർ 34, 1973, ചെന്നൈ എന്നുള്ളൊരു സ്ഥലം വന്നിട്ടുണ്ട്. പത്തനംതിട്ട
കൊല്ലം ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്, ട്രിച്ചി വന്നിട്ടുണ്ട്, സോഷ്യൽ മീഡിയ, യെസ് പോസിബിൾ എന്നുള്ളൊരു പോസിബിലിറ്റി വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ മനസ്സിൽ ആലോചിച്ച എന്തെങ്കിലും ഒരു കാര്യത്തിന് ആയിരിക്കാം ഈ ഒരു ആൻസർ ഇപ്പോൾ വന്നേക്കുന്നത്. ആലോചിച്ച കാര്യം പോസിബിൾ ആണെന്നാണ് കാണുന്നത്. പൂയം നക്ഷത്രം വന്നിട്ടുണ്ട്, 1 വീക്സ്, 49, ഓഗസ്റ്റ് മന്ത് വന്നിട്ടുണ്ട്, ചതയം നക്ഷത്രം വന്നിട്ടുണ്ട്, ക്രേസ് ഓൺ വെഹിക്കിൾസ് അത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണ് വാഹനങ്ങളോടൊക്കെ ക്രേസ് ഉണ്ടായിരിക്കാം. കർക്കിടകം എന്നുള്ളൊരു മന്ത് വന്നിട്ടുണ്ട്, സോഷ്യൽ മീഡിയ ഡബിൾ കൺഫർമേഷനാണ് ഈ വന്നേക്കുന്നത്. സോഷ്യൽ മീഡിയ, ഭരണി നക്ഷത്രം വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെയായിരുന്നു ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ്. ആരെങ്കിലും ഒക്കെ ആയിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കണം. അപ്പം ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക.